ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക ഉപഭോക്തൃ ദിനം ആചരിക്കുമ്പോൾ ലോക ഉപഭോക്തൃ ദിനം ഇന്നലെയായിരുന്നു. 1983 മുതൽ മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമായി ആചരിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണ ദിനം ആണ് ഇത്. ഉപഭോക്താവിനെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഉപഭോക്താവ് എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും ചില അവകാശങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും പലർക്കും അതേക്കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിലും ഗുണമേന്മയിലും ഉൽപ്പന്നങ്ങൾ ലഭിക്കുക എന്നതാണ് പ്രധാനം. ആലപ്പുഴ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി PR ഷോളി മുഹമ്മ. മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ അവകാശ ദിനമാണ്. 2026 ഈ ദിനത്തിലെ തീം സേഫ് പ്രോഡക്ട്സ് ആൻഡ് കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ് എന്നതാണ്. ഒരു ഉപഭോക്താവ് പണം കൊടുത്തു വാങ്ങുന്ന സാധനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ സേവനത്തിന് ന്യൂനതകൾ ഉണ്ടാവുകയോ ചെയ്യുന്ന പക്ഷം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പരാതി ബോധിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഉപഭോക്തൃ കമ്മീഷനുകൾ. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലായി തരംതിരിച്ചിരിക്കുന്ന ഈ മെക്കാനിസത്തിൽ ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി 50 ലക്ഷം രൂപ വരെ വിലയുള്ള സാധനമോ സേവനമോ വാങ്ങിയതിന്റെ പരാതികളാണ്. 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള പരാതികൾ സംസ്ഥാന കമ്മീഷനുകളിലും 2 കോടിക്ക് മുകളിലുള്ളവ ദേശീയ കമ്മീഷനിലും പരിഗണിക്കും. സംസ്ഥാന, ദേശീയ കമ്മീഷനുകൾക്ക് അപ്പീൽ അധികാരവുമുണ്ട്. ദേശീയ കമ്മീഷന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെയും സമീപിക്കാം. നിലവിലുണ്ടായിരുന്ന 1986 ഉപഭോക്തൃ നിയമത്തിലെ പോരായ്മകൾ നീക്കി വളരെ വിപുലമായ സംവിധാനങ്ങളോടെ 2019 പുതിയ ഉപഭോക്തൃ നിയമം വന്നപ്പോൾ പരിഷ്കൃത സമൂഹത്തിലെ കമ്പോള വ്യവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ഓൺലൈൻ ഇ-കൊമേഴ്സ് വ്യാപാരം വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി. കൂടാതെ എതിർകക്ഷികളുടെ താമസ സ്ഥലത്തോ വ്യവഹാര കാരണം ഉത്ഭവിച്ച സ്ഥലത്തെയോ കമ്മീഷനിൽ മാത്രം പരാതി നൽകാൻ കഴിയുമായിരുന്നിടത്ത് ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തെയോ കമ്മീഷനിൽ പരാതിപ്പെടാവുന്നതും ഉപഭോക്താവിന് ഗുണമായി വന്നിട്ടുണ്ട്. കൂടുതൽ സങ്കീർണതകളില്ലാതെ അധികം പണച്ചിലവില്ലാതെ സമയബന്ധിതമായി പരാതി പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നതും ഈ നിയമത്തിന്റെ പ്രത്യേകതയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിനെതിരെ, അതായത് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റിനെതിരെ പരാതി ബോധിപ്പിക്കുകയും ചെയ്യാം. മീഡിയേഷൻ ചർച്ച വഴി വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ അതിനുള്ള സംവിധാനവും പുതിയ നിയമത്തിലുണ്ട്. സാധനങ്ങൾ കൂടാതെ മനുഷ്യന് ആവശ്യമായി വരുന്ന സേവനങ്ങളും ഈ നിയമത്തിലെ പ്രതിപാദ്യ വിഷയമാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ട്രാൻസ്പോർട്ട്, ടെലികോം, ലോഡ്ജിംഗ്, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ, എന്റർടൈൻമെന്റ് ഇങ്ങനെയുള്ള സേവനങ്ങളിലെ ന്യൂനതകളും പരിഹാരം കണ്ടെത്താൻ കമ്മീഷനെ സമീപിക്കാം. ഇവയെല്ലാം തന്നെ സുരക്ഷിതമാകുമ്പോഴാണ് ഉപഭോക്താവിന് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനത്തിലെ തീം. സമൂഹത്തിൽ ഉപഭോക്താക്കൾക്ക് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. സാങ്കേതികമായ പുരോഗതിയും ആഗോളവൽക്കരണവും ഡിജിറ്റൽ അറിവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും ലഭ്യമാകാൻ കാരണമായിട്ടുണ്ട്. ഓൺലൈൻ വിപണി സജീവമായതോടെ വ്യാജവും നിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്താനുള്ള സാധ്യത ഏറെയാണ്. ഓൺലൈൻ വഴി ചുടുകട്ടയും മാർബിളും സാധനങ്ങൾക്ക് പകരമായി ലഭിച്ച വാർത്തകൾ പലയിടങ്ങളിലും നിന്ന് വരുന്നുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ചില ഉൽപ്പന്നങ്ങൾ കുട്ടികളിലും പ്രായമായവരിലുമെല്ലാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അംഗവും ഹൈക്കോടതി ഉപഭോക്തൃ കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് സൂര്യ. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ ഉപഭോക്തൃ സമൂഹത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതും അവരെ ശാക്തീകരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇല്ലായ്മയാണ് പലപ്പോഴും ഉപഭോക്താക്കൾ വഞ്ചനയ്ക്കിരയാകുന്നതിനും നീതി ലഭിക്കാതെ പോകുന്നതിനും കാരണമാകുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ അവകാശങ്ങളെ 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അവകാശം ജീവനും സ്വത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം. രണ്ടാമത്തെ അവകാശം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, വില എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം. മൂന്നാമത്തെ അവകാശം ന്യായമായ വിലയ്ക്ക് വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. നാലാമത്തെ അവകാശം ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധികാരികളുടെ മുൻപിൽ ഉചിതമായ പരിഹാരം ലഭിക്കുവാനുള്ള അവകാശം. അഞ്ചാമത്തെ അവകാശം അധാർമികമായ വ്യാപാര രീതികൾക്കെതിരെയും ചൂഷണങ്ങൾക്കെതിരെയും പരിഹാരം നേടുന്നതിനുള്ള അവകാശം. ആറാമത്തെ അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കച്ചവട സംസ്കാരത്തിന്റെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. ഇനി ആരാണ് ഉപഭോക്താവ്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിനെ പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഉൽപ്പന്നമോ സേവനമോ വാങ്ങുന്ന വ്യക്തിയാണ് ഉപഭോക്താവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പണം കൊടുത്ത് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പണം കൊടുത്ത് നമ്മൾ TV, ഫ്രിഡ്ജ് ഇവ വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളുടെ സേവനങ്ങൾ കരസ്ഥമാക്കുന്നു. അല്ലെങ്കിൽ ഇനി റിയൽ എസ്റ്റേറ്റ് മേഖലയാണെങ്കിൽ നമ്മളൊരു പണം കൊടുത്ത് നമ്മൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു. ഇവയെല്ലാം ഉപഭോക്താവാണ്. മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ബില്ല് നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കാതലായ ഒരു മാറ്റം വന്നു. ഉപഭോക്താവ് എവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഉപഭോക്താവ് എവിടെയാണോ ജോലി ചെയ്യുന്ന അവിടുത്തെ കമ്മീഷനുകളിൽ പരാതി സമർപ്പിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എറണാകുളം സ്വദേശി ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് അത് എറണാകുളത്ത് കമ്മീഷനിൽ പരാതി സമർപ്പിക്കാൻ സാധിക്കും. പഴയ നിയമപ്രകാരമായിരുന്നെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമേ പരാതി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാതലായ ഒരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാരണം ധാരാളം കേസുകളാണ് ഓരോ കമ്മീഷനുകളിലും സമർപ്പിക്കുന്നത്. അപ്പം ഇത് വളരെ ഒരു മാറ്റമായിട്ട്, മറ്റേന്ന് വെച്ചാൽ ഒരു ദൂര സ്ഥലങ്ങളിൽ നിന്നും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി മാത്രമേ നമുക്ക് പരാതി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഉപഭോക്താവിനെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ പലരും മടിച്ച് ഒരു പരാതി പോലും കൊടുക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കമ്മീഷനുകളിൽ നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കും. ഇപ്പം ആലപ്പുഴയിൽ താമസിക്കുന്ന ഒരു വ്യക്തി മുംബൈയിൽ ടൂർ പോയപ്പോൾ സാധനം വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ കമ്മീഷനിൽ നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കും. ഓരോ ഉപഭോക്താവും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ ഉപഭോക്താക്കളുടെ വ്യക്തിപരമായ വിവരങ്ങൾ സുരക്ഷിതമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക നഷ്ടം, വിശ്വാസവഞ്ചന തുടങ്ങിയവയിലും ഉപഭോക്താക്കൾക്ക് ആശങ്കയുണ്ട് എന്നതാണ് വസ്തുത. ഇന്ന് പരസ്യങ്ങളുടെ മാന്ത്രിക ലോകമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ധാരാളം ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യപ്പെടുന്നു. എന്നാൽ ഗുണമേന്മയോ ഉപയോഗയോഗ്യമാണോ എന്നുപോലും ചിന്തിക്കാതെ അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് ഉപഭോക്താക്കൾ വീഴുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ വഴി ഉപഭോക്താക്കൾ അറിയാതെ അതിലേക്ക് പോകുന്നുണ്ട്. അബദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും അതിനെതിരെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ബിൽ തീർച്ചയായും വാങ്ങുക എന്നതാണ് പ്രധാനം. പരാതി ഉണ്ടെങ്കിൽ അതത് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് കീഴൂർ M. അനിൽകുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, പുരാതന കാലത്ത് ബാർട്ടർ സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. ആ കാലത്ത് ഈ സേവനങ്ങളും സാധനങ്ങളും പരസ്പരം കൈമാറിയിട്ടുള്ള, അന്ന് രൂപ അങ്ങനെയുള്ളൊരു ഗുണന മൂല്യം കണക്കാക്കിയിരുന്നത് പരസ്പരം കൈമാറുന്ന സാധനങ്ങളും സേവനങ്ങളുമായിരുന്നു. എന്നാൽ കാലാകാലങ്ങളിൽ ഓരോ വ്യാവസായിക, സാമ്പത്തിക, സാമൂഹിക വളർച്ചയും സാങ്കേതിക ശാസ്ത്ര രംഗത്തുണ്ടാകുന്ന വളർച്ചയും കാരണം ഈ ബാർട്ടർ സിസ്റ്റം അവസാനിപ്പിച്ച് പുതിയ സിസ്റ്റത്തിലേക്കായിരുന്നു. മൂല്യത്തിനനുസരിച്ച് പണം കൈമാറി സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് പിന്നെ മാറിക്കൊണ്ടിരുന്നത്. പണ്ട് നമ്മൾ എപ്പോഴും ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സേവനമോ നമ്മൾ നേടാൻ പോകുന്ന സമയത്ത് ഒന്നുകിൽ കൊടുക്കുന്നയാൾ അറിഞ്ഞിരിക്കണം എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള അറിയിക്കണം ഏതെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അപ്പൊ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് വിൽക്കുന്നയാൾ അറിഞ്ഞിരിക്കണം ഇതിനകത്ത് ഡിഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്
ഇത് വിൽക്കുന്നവർ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറഞ്ഞാൽ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇനാക്ട് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസിഡൻസ് കമ്മീഷൻ നമ്മളെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള അവിടെ നമുക്ക് എന്തെങ്കിലും നീതി ഉറപ്പായില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് നേരെ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ വഴി സമീപിക്കാം. സ്റ്റേറ്റ് കമ്മീഷനിൽ നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നാഷണൽ കമ്മീഷനിൽ നമുക്ക് നേരെ പോകാവുന്നതാണ്. ഡയറി സഹകരണ സംഘങ്ങളിൽ അംഗമല്ലാത്ത പാൽ ഉൽപാദകരും വിൽപ്പനക്കാരും ഭക്ഷ്യവ്യാപാരം നടത്തുന്നതിനു മുമ്പ് നിർബന്ധമായും രജിസ്ട്രേഷനോ ലൈസൻസോ എടുക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിർദ്ദേശം നൽകി. പലരും ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് അതോറിറ്റി അറിയിച്ചു. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവ ഗുണമേന്മയിലും ന്യായമായ വിലയിലും ലഭ്യമായില്ലെങ്കിൽ അത് ഉറപ്പാക്കേണ്ട അവകാശം ഉപഭോക്താവിനുണ്ട്. അത് ലഭിച്ചില്ലെങ്കിൽ നിയമം വഴി നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഡിസംബർ 24-നാണ് ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചും പരിഹാര സംവിധാനങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കേണ്ടതാണ്. അതിനുവേണ്ടി വ്യാപകമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കാലതാമസം കൂടാതെ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. കൊമേഴ്സ് നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ കർശനമാക്കുന്നതും ഓൺലൈൻ ഇടപാടുകളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതുമെല്ലാം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാകുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ എ സുരേഷ് കുമാർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന വാക്ക് വളരെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അതിന് നമ്മൾ എത്ര പ്രാധാന്യം നൽകുന്നുവെന്നത് ചിന്തിക്കേണ്ടതാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നു. ഇവ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാനും നീതി ലഭ്യമാക്കാനുമുള്ള അവസരം ഒരുക്കുന്നു. ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ളവയാണ്. സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം, ഉൽപ്പന്നത്തിന്റെ ശരിയായ വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആവശ്യമായ സന്ദർഭങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള അവകാശം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. തെറ്റായ പരസ്യങ്ങൾ, മോശം സേവനം, നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെതിരെ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാനും നഷ്ടപരിഹാരം നേടാനുമുള്ള അവകാശവും ഈ നിയമം ഉറപ്പു നൽകുന്നു. എന്നിരുന്നാലും കേരളത്തിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ശക്തമായിരിക്കുമ്പോഴും പലപ്പോഴും ജനങ്ങളുടെ സമീപനം അതിനോട് അത്ര സജീവമല്ല എന്നതാണ് യാഥാർത്ഥ്യം. നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ സംഭവിക്കുമ്പോൾ പലരും പരാതി നൽകാതെ അത് അവഗണിക്കുന്നതാണ് സാധാരണയായി കാണപ്പെടുന്നത്. നിയമ നടപടികൾക്ക് സമയമെടുക്കും എന്ന ധാരണയും അറിവില്ലായ്മയും ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വ്യാപാരികളിൽ നിന്നോ അല്ലെങ്കിൽ സേവനദാതാക്കളിൽ നിന്നോ ബില്ലുകൾ വാങ്ങുന്നതിൽ കാണിക്കുന്ന വിമുഖതയാണ്. ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ സംബന്ധിച്ച് പരാതി നൽകുന്നതിന് ബില്ല് ഒരു അവശ്യ ഘടകമാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള സാഹചര്യമെങ്കിലും വിദ്യാഭ്യാസവും സാമൂഹിക ബോധവൽക്കരണവും വർദ്ധിക്കുന്നതിനൊപ്പം ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുന്നുണ്ട് എന്നതും കാണാവുന്നതാണ്. ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൂടുതൽ ശക്തമാക്കുകയും ജനങ്ങളെ അവരുടെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉപഭോക്താക്കൾ സജീവമായി മുന്നോട്ട് വന്നാൽ മാത്രമേ വിപണിയിൽ നീതിയും നിലവാരവും ഉറപ്പാക്കാൻ കഴിയൂ എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഉപഭോക്താക്കൾ ഉണരുക. സാധനങ്ങൾ വാങ്ങുമ്പോൾ കൃത്യമായ ബിൽ ചോദിച്ചു വാങ്ങുക. ചില സ്ഥാപനങ്ങളിൽ വെള്ള പേപ്പറിൽ എഴുതിയതും എസ്റ്റിമേറ്റ് എന്ന് എഴുതിയതുമായ ബില്ലുകൾ തരുന്നത് ശ്രദ്ധിക്കുക. ക്യാഷ് ബിൽ തന്നെ ചോദിച്ച് വാങ്ങുക. ബില്ലുകൾ തരാത്തവർക്കെതിരെയും പരാതികൾ നൽകാവുന്നതാണ്. പഴയതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമായ പാക്കറ്റുകളിൽ തീയതി പുതുക്കി വിൽപ്പന നടത്തുന്ന പ്രവണത പലയിടങ്ങളിലും ഉള്ളതായി അഭിപ്രായം ഉണ്ടാകുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മയും എക്സ്പയറി ഡേറ്റും ഉറപ്പുവരുത്തുകയും വേണം. ഉപഭോക്താക്കൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കച്ചവടക്കാരും ശ്രദ്ധിക്കും എന്ന കാര്യം ഉറപ്പാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.